ഹായ് ലേണേഴ്സ്, വെൽക്കം ടു ഐ+ ട്രെയിനിങ് സൊല്യൂഷൻസ്. ഞാൻ ഭവിഷ. കേട്ടിട്ട് കാറ്റഗറി 2 സോഷ്യൽ സയൻസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സർവീസ് കേട്ടിട്ട് എക്സാമിനേഷൻ ജസ്റ്റ് കഴിഞ്ഞു അല്ലേ? എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് കുഴപ്പിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ എക്സാമിൻ്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ഒരു ആവറേജ് എക്സാം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്ര എളുപ്പം ഉള്ള എക്സാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അധ്യാപകരെ കുഴപ്പിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വട്ടച്ചെറ്റിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? എന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കൂടുതലും ലാംഗ്വേജ് ഒക്കെയാണ് കുറച്ച് ടഫായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സബ്ജക്റ്റ് പേപ്പർ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലാംഗ്വേജ് പേപ്പർ ആണ് കുറച്ചുകൂടി ടഫ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാലും സോഷ്യൽ സയൻസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കാറ്റഗറി 2 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഈസി ആയിട്ടുള്ള പേപ്പർ, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടിട്ട് എക്സാമിനേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള പേപ്പർ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. എന്നാലും നമുക്ക് കയറി പോകാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സർവീസ് കേട്ടറ്റ് എക്സാമിനേഷൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം വരുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന ആഗോളവാദങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന ആഗോളവാദങ്ങൾ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ആഗോള മർദ്ദ മേഖലകളും അതുപോലെ ഈ മർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകൾ, ആഗോള വാദങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്: വെസ്റ്റലീസ്, പോളാർ ഈസ്റ്റ്ലീസ്, കാലികവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ എന്നിങ്ങനെ നമുക്ക് 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ പറയുന്നതാണ്, നമ്മൾ അതിന്റെ പേരുകൾ ഇംഗ്ലീഷ് പേരും മലയാളം പേരും പഠിക്കണം എന്നുള്ളത്. ഇപ്പൊ കാറ്റഗറി 2ന് നമുക്ക് അതിന്റെ അപ്പുറത്ത് ഇംഗ്ലീഷും ഇപ്പുറത്ത് മലയാളവും തരാം. എന്നാലും മറ്റൊരു കാര്യം, നമ്മൾ ഈ വെസ്റ്റലീസ്, പോളാർ ഈസ്റ്റലീസ് എന്നൊക്കെ നമ്മൾ അതിന്റെ ആ ഒരു മലയാളം പേര് മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതുപോലെ ഇംഗ്ലീഷ് പേരും കൂടി പഠിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ഇങ്ങനെ മംഗ്ലീഷിലായിട്ടും പേര് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണ് വരുന്നത്? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, വാണിജ്യവാദങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈ സ്ലൈഡിലേക്ക് നോക്കൂ. നമ്മൾ ഇവിടെ ആഗോളമർദ്ദ മേഖലകളെയും അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ വീശുന്ന, നമുക്കറിയാം ആഗോളമർദ്ദ മേഖലകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആഗോളവാദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിരമായിട്ട് ഒരേ ദിശയിലേക്ക് വർഷം മുഴുവനും വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണ് എന്ത്? ആഗോളവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് പ്രത്യേകത? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിരമായിട്ട്, ഇതിനെ പെർമനന്റ് വിൻഡ് എന്നും കൂടി നമ്മൾ പറയും, സ്ഥിരവാദങ്ങൾ എന്നും കൂടി പറയും കേട്ടോ. ഓക്കെ, പെർമനന്റ് വിൻഡ് അതായത് സ്ഥിരവാദങ്ങൾ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരേ ദിശയിൽ തന്നെ സ്ഥിരമായിട്ട് വീശുന്ന, അതായത് ഒരേ ദിശയിൽ സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ വർഷം മുഴുവനും അവിടേക്ക്, ഇപ്പൊ തെക്കുന്ന് വടക്കോട്ടാണെന്നുണ്ടെങ്കിൽ തെക്കുന്ന് വടക്കോട്ട് തന്നെയായിരിക്കും വർഷം മുഴുവനും വീശിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്തരത്തിലുള്ള കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഭൂമിയുടെ അക്ഷാംശങ്ങൾക്കിടയിലെ മർദ്ദവ്യത്യാസങ്ങളും അതുപോലെ ഭൂമിയുടെ ഭ്രമണം, അതുപോലെ തന്നെ കോറിയോലിസ് എഫക്റ്റ്, ഇതൊക്കെ കാരണമാണ് ഈ ഒരു ടൈപ്പ് ഓഫ് വാദങ്ങൾ, അതായത് കാറ്റുകൾ രൂപപ്പെടുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട ആഗോളവാദങ്ങൾ ഏതൊക്കെയാണ്? പ്രധാനപ്പെട്ട ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വാണിജ്യവാദങ്ങളാണ്, ട്രേഡ് വിൻഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, വാണിജ്യവാദങ്ങൾ. ഈ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്? സ്ലൈഡിലേക്ക് നോക്കൂ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന്, അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. നമുക്കറിയാം കാറ്റ് എപ്പോഴും എവിടെ നിന്ന് എവിടേക്കാണ് കാറ്റ് വീശുന്നത്? ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് വീശുന്നത് അല്ലെ? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് കാറ്റ് വീശുന്നത്. അപ്പോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖല, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് ഇതേ ഒരു സ്ലൈഡിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ, അതുപോലെ തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. നമ്മുടെ ഭൂമിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഇക്വേറ്ററിന്റെ തൊട്ടു മുകളിലും താഴെയുമായിട്ടാണ് വാണിജ്യവാദങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ ഈ വാണിജ്യവാദങ്ങളുടെ പ്രത്യേകത എന്താണ്? ഒന്നുകൂടി പറഞ്ഞേ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് വാണിജ്യവാദങ്ങൾ. ഇനി
വെസ്റ്റലീസ് എന്ന് പറയുന്ന വാദങ്ങൾ, അതിനെ നമ്മൾ എന്ത് പറയും? പശ്ചിമവാദങ്ങൾ എന്ന് പറയും അല്ലെ. അതായത് പടിഞ്ഞാറൻ വാദങ്ങൾ അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് പറയുന്നതാണ് എന്ത്? വെസ്റ്റലീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെസ്റ്റലീസ് എവിടെ നിന്നാണ് വീശുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന്. അതായത് നമ്മുടെ ഈ വാണിജ്യവാദങ്ങളുടെ ആ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല ഉണ്ടല്ലോ, അതിൽ നിന്ന് മുകളിലേക്ക് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് എന്ത്? പടിഞ്ഞാറൻ കാറ്റുകൾ അല്ലെങ്കിൽ എന്താ പശ്ചിമവാദങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. എവിടെ നിന്ന്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന്. ഓക്കെ, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായിരിക്കും ഈ കാറ്റുകളുടെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പോളാർ ഈസ്റ്റ്ലീസ് അല്ലെങ്കിൽ ധ്രുവീയവാദങ്ങൾ എന്ന് പറയും. ഓക്കെ, ധ്രുവീയവാദങ്ങൾ അല്ലെങ്കിൽ പൂർവ്വവാദങ്ങൾ എന്ന് പറയും. ഓക്കെ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? അത് മൂന്നാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ആഗോളവാദമായിട്ടുള്ളതാണ്. അതായത് പൂർവ്വവാദങ്ങൾ എന്നറിയപ്പെടും, അതുപോലെ ധ്രുവീയവാദങ്ങൾ എന്നറിയപ്പെടും, അതല്ലെങ്കിൽ പോളാർ ഈസ്റ്റ്ലീസ് എന്നും അറിയപ്പെടും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വാദങ്ങൾ, അപ്പൊ ധ്രുവീയ വാദങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് എവിടേക്കായിരിക്കും വീശുന്നത്? ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കായിരിക്കും വീശുക. നമുക്കറിയാം പോളാർ ഭാഗങ്ങളിൽ, ധ്രുവ ഭാഗങ്ങളിൽ എന്താണ്? ഉച്ചമർദ്ദമായിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക്, മുകളിൽ നിന്ന് താഴേക്കാണ് ഈ കാറ്റുകൾ വീശുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് ട്രേഡ് വിൻഡ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കാറ്റുകളൊക്കെ, അതായത് ആഗോളവാദങ്ങളൊക്കെ പെർമനന്റ് വിൻഡ്, സ്ഥിരവാദങ്ങളാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം. ചുവടെ പറയുന്നവയിൽ ഏതിന്റെ ഭാഗമാണ് അസ്തനോസ്ഫിയർ? ഭൂവൽക്കം, ഉപരിമാൻഡിൽ, അകക്കാമ്പ്, അധോമാൻഡിൽ. ഇതിൽ ഏതിന്റെ ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്നാണ് ചോദ്യം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ റീസെന്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഭൂമിയുടെ ഇന്റീരിയർ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കാം. ഉത്തരം ഓപ്ഷൻ ബി, ഉപരിമാൻഡിൽ എന്നുള്ളതാണ്. അതായത് അപ്പർ മാൻഡിലാണ്. അപ്പർ മാൻഡിലാണ് എന്ത് കാണപ്പെടുന്നത്? അസ്തനോസ്ഫിയർ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വല്ലാണ്ട് വിശദീകരിക്കണമൊന്നുമില്ല. നമ്മൾ ലൈവിലും നമ്മുടെ ക്ലാസ്സിലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് അല്ലെ. ക്ലാസ് കണ്ടവർക്ക് അറിയാം അല്ലെ അത്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ പാളികൾ പ്രധാനമായിട്ടും 3 ലെയറുകളാണ് നമ്മുടെ ഭൂമിക്കുള്ളത്. ഏതൊക്കെയാണ്? ഏറ്റവും മുകളിലുള്ള ലെയറാണ് ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് പറയും അല്ലെ നമ്മള്. അതിന് താഴെയായിട്ട് മാൻഡിൽ കാണപ്പെടും. അതിന് താഴെയായിട്ടാണ് കാമ്പ് കാണപ്പെടുന്നത്. അതുപോലെ ഈ ഭൂവൽക്കത്തിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അതിനെ സിയാല്, സിമ എന്നൊക്കെ അതിന് പേരുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നിങ്ങൾ താഴെ കമന്റിൽ പറയണേ, സിയാൽ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കമാണോ സമുദ്ര ഭൂവൽക്കമാണോ എന്നുള്ളതും, അതുപോലെ സിമ എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കമാണോ സമുദ്ര ഭൂവൽക്കമാണോ എന്നുള്ളത്. ഓക്കെ, ദെൻ ഭൂവൽക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് മാൻഡില്. മാൻഡിലിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പർ മാൻഡില്, അതുപോലെ തന്നെ ലോവർ മാൻഡില്. അതായത് ഉപരി മാൻഡില്, അധോ മാൻഡില് എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തതാണ് കാമ്പ്. കാമ്പിനും 2 ഡിവിഷൻസ് ഉണ്ട്, പുറക്കാമ്പ്, അകക്കാമ്പ്. അകക്കാമ്പ് എന്ന് പറയുന്നതാണ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള ലെയർ എന്ന് പറയുന്നത്, ഇന്നർ കോർ. ഓക്കെ, സ്ലൈഡിൽ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇന്നർ കോർ, ഔട്ടർ കോർ, മാൻഡില്, അതുപോലെ ക്രസ്റ്റ്. അപ്പോൾ ക്രസ്റ്റിനെ നമ്മൾ പറഞ്ഞു അല്ലെ, കോണ്ടിനെന്റൽ ക്രസ്റ്റ്, അതായത് വൻകര ഭൂവൽക്കം എന്നും സമുദ്ര ഭൂവൽക്കം എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാൻഡിലിനെ എന്താണ്? മാൻഡിലിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഈ മാൻഡിലിന്റെ ഒരു മുകൾ ഭാഗത്തിനെയാണ്, മാൻഡിലിന്റെ അതായത് ഉപരി മാൻഡിലിന്റെയും മുകൾ ഭാഗത്തിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മാൻഡിലിന്റെ മുകൾ ഭാഗത്തിന്, ഉപരി മാൻഡിലിന്റെ മുകൾ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസ്തനോസ്ഫിയർ. ഇവിടത്തെ പദാർത്ഥങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഉരുകിയ ദ്രവാവസ്ഥയിലായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഒരു മോൾട്ടൺ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്നൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത്. അപ്പോൾ അത് പലപ്പോഴും ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്, അസ്തനോസ്ഫിയറിലെ പദാർത്ഥങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, ഒരു അർദ്ധദ്രവാവസ്ഥ എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ടൈപ്പ് ഓഫ് അവസ്ഥയിലാണ് ഇവിടെ പദാർത്ഥങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയണം. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റിന്റെ മുഴുവൻ, അതായത് ഭൂവൽക്കത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും, ദെൻ മാൻഡിലിന്റെ കുറച്ച് ഭാഗങ്ങളും, അപ്പർ മോസ്റ്റ് സോളിഡ് മാൻഡിൽ, അതായത് മാൻഡിലിന്റെ
മുകൾ ഭാഗവും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയർ. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിലാമണ്ഡലം എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാം, അതായത് മിസ് പറഞ്ഞല്ലോ ഉപരിമാൻഡലിന്റെ ഭാഗമാണ് അസ്തനോസ്ഫിയർ. പിന്നെ ഇപ്പൊ വീണ്ടും പറയുന്നു ഉപരിമാൻഡലിന്റെ ഭാഗം എന്ന് പറയുന്നത് ലിത്തോസ്ഫിയർ ആണെന്നുള്ളത്. അപ്പൊ അത് ഞാനൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യാം. അതായത് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള നമ്മളൊക്കെ കാണുന്ന നമ്മുടെ സർഫേസ് ഭാഗം എന്ന് പറയില്ലേ, അതാണ് ലിത്തോസ്ഫിയർ. അതായത് ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഖരരൂപത്തിലുള്ള പാളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉൾക്കൊള്ളുന്നത് എന്തൊക്കെയാണ്, ഭൂവൽക്കം അതായത് ക്രസ്റ്റും മാൻഡിലിന്റെ ഏറ്റവും മുകളിലുള്ള ഖരഭാഗവും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്, ലിത്തോസ്ഫിയർ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്, ഈ ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചിത്രം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലിത്തോസ്ഫിയറിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന, അതായത് ഉപരിമാൻഡിലിൽ തന്നെ നമുക്ക് ഈ വേണമെങ്കിൽ ഉപരിമാൻഡിലിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആ ലിത്തോസ്ഫിയറിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് അസ്തനോസ്ഫിയർ. ഉപരിമാൻഡിലിൽ തന്നെ കാണപ്പെടുന്ന ഒരു പാളിയാണ് ഇത്. കംപ്ലീറ്റ്ലി ഖരരൂപത്തിലല്ല കാണപ്പെടുന്നത്, മറിച്ച് ഉരുകിയ അവസ്ഥയോടടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഉരുകിയ ദ്രവാവസ്ഥ, അർദ്ധദ്രവാവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു സ്റ്റേറ്റ് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഈ അസ്തനോസ്ഫിയർ ഇങ്ങനെ ഒരു ഉരുകിയ അവസ്ഥയിലൊക്കെ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതിന്റെ മുകളിൽ ശിലാമണ്ഡല ഫലകങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ശിലാമണ്ഡല ഫലകങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഈ വഞ്ചിയൊക്കെ ഫ്ലോട്ട് ചെയ്യില്ലേ, അതുപോലെ ഉള്ള ഒരു സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനൊരു ഫലകങ്ങൾക്ക് ചലനം സംഭവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള ഫലക ചലനങ്ങൾ ഉണ്ട് അല്ലെ. വൻകര ഫലക സീമകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാ, ഓക്കെ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായം? രാസവള വ്യവസായം, മുള വ്യവസായം, ഇലക്ട്രോണിക് വ്യവസായം, സിമന്റ് വ്യവസായം. ഇതിൽ ഏതാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായം എന്ന് പറയുന്നത്? കൈത്തറി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കൈത്തറി കൊടുക്കായിരുന്നു അല്ലെ. അപ്പൊ അവര് നമ്മളെ പറ്റിച്ചു, കൈത്തറി ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മുള വ്യവസായം എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ദെൻ ഇതല്ലാതെ കേരളത്തിലെ മറ്റ് പ്രധാന പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കൈത്തറി, കയർ, കശുവണ്ടി, ഇതൊക്കെയാണ് കേരളത്തിലെ മറ്റ് പ്രധാന പരമ്പരാഗത വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേരുകൾ കൂടി ഓർമ്മയിൽ വെക്കുക. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്, വേൾഡ് ഹിസ്റ്ററി. മെസപ്പട്ടോമിയൻ സംസ്കാരത്തിലെ നാഗരിക കേന്ദ്രത്തെ കണ്ടെത്തുക. 4 ഓപ്ഷൻസ് നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെ. കാർത്തേജ്, അന്ത്യോക്യ, ഉർ, അലക്സാണ്ട്രിയ. അപ്പൊ ഇതില് മെസപ്പട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാഗരിക കേന്ദ്രം ഏതാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞത്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഒരു ചോദ്യമാണ് അല്ലെ ഇത്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ഉർ ആണ് അല്ലെ. ആദ്യത്തെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത്, ലോകത്തിലെ തന്നെ ആദ്യത്തെ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉർ നഗരാണ് അല്ലെ. അപ്പൊ ഈ മെസപ്പട്ടോമിയൻ നാഗരികതയിലെ പ്രധാനപ്പെട്ട നഗരം എന്ന് പറയുന്നത് ഏത്? ഉർ ആണ്. ഓക്കെ, ദെൻ മെസപ്പട്ടോമിയയിലെ സവിശേഷതയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികളുടെ ഇടയിലായിട്ട് കാണപ്പെടുന്നത് എന്നുള്ള അർത്ഥം വരുന്ന, അല്ലെങ്കിൽ നദികൾക്കിടയിൽ എന്നർത്ഥം വരുന്ന മെസപ്പട്ടോമിയ എന്ന വാക്കാണ് അല്ലെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നദികൾക്കിടയിൽ എന്നാണ് അർത്ഥം വരുന്നത് മെസപ്പട്ടോമിയ എന്നുള്ളത്. ഏതൊക്കെയാണ് ആ നദികൾ? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. ദെൻ ഇത് ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു നാഗരികതയാണ്. ദെൻ ക്യൂണിഫോം ലിപി ഈ മെസപ്പട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് ക്യൂണിഫോം ലിപി. ദെൻ മറ്റ് പ്രധാന കാര്യങ്ങൾ സുമേറിയൻ കൾച്ചർ, അതുപോലെ അക്കാഡിയൻ കൾച്ചർ, ബാബിലോണിയൻ കൾച്ചർ, ഇതൊക്കെ മെസപ്പട്ടോമിയൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ദെൻ മറ്റൊരു പ്രധാന കാര്യം കോഡ് ഓഫ് ഹമ്മുറാബി. ബാബിലോണിയയിലെ രാജാവായിട്ടുണ്ടായിരുന്ന ഹമ്മുറാബിയുടെ നിയമസംഹിത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ലോകത്തിൽ തന്നെ ആദ്യത്തെ ഏകീകൃതമായിട്ടുള്ള നിയമസംഹിത എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന് പറയുന്ന ആ ഒരു
വാചകം ഉള്ളത് ഏതിലാണ്? ഹമ്മുറാബിയുടെ നിയമസംഹിതയിലാണ്. അത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുപോലെ ക്യൂണിഫോം ലിപി മെസപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കളിമൺ ഫലകങ്ങളിലാണ് ക്യൂണിഫോം ലിപി എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർത്തീജ് എന്ന് പറയുന്നത് എന്താണ്? ഫിനീഷ്യൻ നാഗരികതയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അന്ത്യോക്യ, അലക്സാണ്ട്രിയ എന്നിവയൊക്കെ ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. ഓക്കെ, ഈ അന്ത്യോക്യ എന്നൊക്കെ പറയുന്നത് പിന്നീട് ഈ റോമൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആന്റിയോക്കിലെ രാജാവ് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോ ആന്റിയോക്ക് അതിനെയാണ് നമ്മൾ മലയാളീകരിച്ച് അന്ത്യോക്യ എന്ന് പറയുന്നത്. ഓക്കെ, അലക്സാണ്ട്രിയയൊക്കെ ഈ നമ്മൾ ഈ ഹെലനിസ്റ്റിക് അതൊക്കെ സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിലൊക്കെ പെടുന്നതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഗ്രീക്ക് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതാണ് ഹരിതഗൃഹവാതകം? ഇതും നമ്മൾ കഴിഞ്ഞ ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. ഹരിതഗൃഹവാതകം, ഹരിതഗൃഹ പ്രഭാവം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവില് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള ലൈവില് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ താഴെ പറയുന്നവര് ഹരിതഗൃഹ വാതകം ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ, ഹീലിയം 4 ഓപ്ഷൻസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതാണ് ഹരിതഗൃഹ വാതകത്തിൽ ഉൾപ്പെടുന്നത്? നമുക്കറിയാം അല്ലെ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് നോക്കാം. അതായത് സൂര്യനിൽ നിന്നെത്തുന്ന താപത്തിനെ അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയിലെ ഒരു ജീവൻ നിലനിർത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന പ്രധാനപ്പെട്ട വാതകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. എന്താണ്? ഒന്നുകൂടി പറയാം. സൂര്യനിൽ നിന്നെത്തുന്ന താപത്തിനെ അന്തരീക്ഷത്തിൽ തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയിലെ ജീവന്റെ, അതായത് വന്ന് തിരിച്ചു പോകുന്നതിന് പകരമായിട്ട് കുറച്ച് സൂര്യന്റെ ചൂടിനെ നമ്മളിവിടെ പിടിച്ചു നിർത്തും. എന്നാലാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തണുത്തുറഞ്ഞ് ഇങ്ങനെ പോലെ അപ്പൊ അതിന് നിൽക്കാതെ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ചൂട് നിലനിർത്താനായിട്ട് സഹായിക്കുന്ന വാതകങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വാതകങ്ങളുടെ ആ ഒരു അളവ് കൂടാനും പാടില്ല, അല്ലാണ്ട് അങ്ങോട്ട് കുറയാനും പാടില്ല. കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂട് കൂടും. അത് ആഗോള താപനം, ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കും അല്ലെ. കുറഞ്ഞു കഴിഞ്ഞാലോ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഇതൊരു കറക്റ്റ് ലെവലില് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പൊ ഏതൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ എന്ന് പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, നൈട്രസ് ഓക്സൈഡ്, നീരാവി, ഓസോൺ, ക്ലോറോഫ്ലോറോ കാർബണുകൾ, ഇതൊക്കെയാണ് ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം കണക്കാക്കാനായിട്ട് രൂപീകരിച്ച കമ്മിറ്റി ഏത്? രംഗരാജൻ കമ്മിറ്റി, കാർവേ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, കോത്താരി കമ്മിറ്റി. 4 ഓപ്ഷൻസ് ആണ് നമുക്ക് നൽകിയിട്ടുള്ളത്. രംഗരാജൻ കമ്മിറ്റി, കാർവേ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി, കോത്താരി കമ്മിറ്റി. അപ്പൊ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ രംഗരാജൻ കമ്മിറ്റിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. രംഗരാജൻ കമ്മിറ്റി 2012 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? സി രംഗരാജനാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യ നിരക്കും അതിന്റെ ഒരു ലഘുലേഖകളും ഒക്കെ കണക്കാക്കുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ള പ്രമുഖ കമ്മിറ്റികളിൽ ഒന്നാണ് രംഗരാജൻ കമ്മിറ്റി. ഓക്കെ, ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെ ഒരു ഡെപ്ത് എന്തോരമുണ്ടെന്ന് മനസ്സിലാക്കാനും അതുപോലെ ദാരിദ്ര്യം കണക്കാക്കാനും ഒക്കെ ആയിട്ടുള്ള പുതിയ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുക എന്നുള്ളതാണ് രംഗരാജൻ കമ്മിറ്റിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് കാർവേ കമ്മിറ്റി. കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത് 1955 വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്നാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത്. അപ്പൊ ഈ കാർവേ കമ്മിറ്റി എന്നാണ് 1955 രൂപീകരിക്കുന്നതാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും അതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായിട്ട് ചെറുകിട, വൻകിട അല്ലെങ്കിൽ വൻകിടയില്ല കേട്ടോ, ചെറുകിട കുടിൽ വ്യവസായങ്ങള് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഒരു വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക, ഇതൊക്കെയാണ് കാർവേ കമ്മിറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ DG കാർവേ ആണ്. ഇനി അടുത്തതാണ് നരസിംഹം കമ്മിറ്റി. നരസിംഹം കമ്മിറ്റി 1991 രൂപീകരിക്കുന്നത്. അതായത് 1ാം നരസിംഹ കമ്മിറ്റി 1991, 2ാം നരസിംഹ കമ്മിറ്റി എന്നാണ് 1998 കേട്ടോ.
അപ്പോ എ നരസിംഹം എന്ന വ്യക്തിയാണ് എം നരസിംഹം കേട്ടോ. എം നരസിംഹം എന്നുള്ള വ്യക്തിയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് വരുന്നത്. അതായത് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നരസിംഹം കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? അതായത് ഞാൻ പറഞ്ഞല്ലോ, റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അപ്പൊ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിഷ്കാരങ്ങൾ, അതായത് ബാങ്കുകളുടെ കാര്യക്ഷമതയും അതുപോലെ അതിന്റെ ഒരു സുതാര്യതയും ഒക്കെ വർദ്ധിപ്പിക്കുക, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നരസിംഹം കമ്മിറ്റി, എം നരസിംഹത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് നരസിംഹം കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്തതാണ് കോത്താരി കമ്മിറ്റി. കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ 1964 രൂപീകരിച്ചിട്ടുള്ള 1964-66 കാലഘട്ടത്തിൽ വന്നിട്ടുള്ളതാണ് കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഡോക്ടർ DS കോത്താരിയാണ് കോത്താരി കമ്മീഷന്റെ പ്രധാന വ്യക്തിയായിട്ട് വരുന്നത്. അപ്പൊ എന്താണ് കോത്താരി കമ്മീഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് ഒരു പ്രൈമറി സ്റ്റേജ് മുതൽ തന്നെ, അല്ലെങ്കിൽ പ്രൈമറി സ്റ്റേജ് മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള കാര്യങ്ങളിൽ സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് കാരണമായിട്ടുള്ള ഒന്നാണ് ഈ കോത്താരി കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമ്മുടെ 7ാമത്തെ ചോദ്യം, സ്റ്റാമ്പുകൾ വ്യത്യസ്ത തരത്തിൽ കൂട്ടങ്ങളാക്കുന്നതിലൂടെ കുട്ടികൾ കൈവരിക്കുന്ന കഴിവുകൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? സ്റ്റാമ്പുകൾ വ്യത്യസ്ത തരത്തിൽ കൂട്ടങ്ങളാക്കുന്നതിലൂടെ കുട്ടികൾ കൈവരിക്കുന്ന കഴിവുകൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ പെഡഗോജി സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് കോമൺ ആയിട്ട് നമുക്ക് ഒരു അധ്യാപകർക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഈ സ്റ്റാമ്പുകളൊക്കെ കളക്ട് ചെയ്ത് അതിങ്ങനെ തരംതിരിക്കില്ലേ, അതില് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, മേൽപ്പറഞ്ഞവയല്ല. ഇതാണ് നമ്മുടെ ഓപ്ഷൻസ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, മേൽപ്പറഞ്ഞവയെല്ലാം, ഓൾ ദ എബോ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അതായത് സ്റ്റാമ്പുകൾ ഇങ്ങനെ ശേഖരിച്ച് നിരീക്ഷിക്കും അല്ലെ. അതായത് ഇങ്ങനെ ഇതിങ്ങനെ ക്ലാസിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇത് നോക്കണം. അത് നോക്കിയിട്ട് പരസ്പരം ഇതാണോ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താക്കള് വന്നിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റാമ്പ്, ഇത് എന്തെങ്കിലും പ്രധാനമന്ത്രിമാരുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റാമ്പാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അത് നോക്കിയാലാണ് നമുക്ക് ഇങ്ങനെ താരതമ്യം ചെയ്താൽ ഇതൊക്കെ ഈ കാറ്റഗറിയിൽ പെടും, ഇതൊക്കെ ഈ കാറ്റഗറിയിൽ പെടും. അങ്ങനെ നമുക്ക് കാറ്റഗറൈസേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ പരസ്പരം താരതമ്യം ചെയ്യണം, പരസ്പരം തരംതിരിക്കണം, നിരീക്ഷിക്കണം. അപ്പൊ എന്തൊക്കെയാണ്? അപ്പൊ ഈ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, വർഗീകരണം, നിരീക്ഷണം, താരതമ്യം ഒക്കെ അതിൽ പെടുന്നതാണ്. 8ാമത്തെ ചോദ്യം, സാമൂഹീകരണത്തിന്റെ ദ്വിതീയ ഘടകങ്ങളായിട്ട് പരിഗണിക്കാവുന്നത് എന്താണ്? സോഷ്യോളജി സെക്ഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, സാമൂഹീകരണത്തിന്റെ ദ്വിതീയ ഘടകങ്ങളായിട്ട് പരിഗണിക്കാവുന്നത് ഏതൊക്കെയാണ്? സ്കൂളും അടുത്ത കുടുംബാംഗങ്ങളും, സ്കൂളും അയൽപ്പക്കവും, കുടുംബാംഗങ്ങളും ബന്ധുക്കളും, കുടുംബവും അയൽപ്പക്കവും. നോക്കാം. ഓപ്ഷൻ ബി, സ്കൂളും അയൽപ്പക്കവും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോ കുടുംബം എന്ന് പറയുന്നത് എന്താണ്? സാമൂഹീകരണത്തിന്റെ പ്രാഥമിക ഘടകമാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെയും അതുപോലെ അല്ലെങ്കിൽ 8, 9, 10 ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ ജോഗ്രഫി പാർട്ടുകളിലൊക്കെ ആയിട്ട് ഈ ഒരു സോഷ്യോളജി സെക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ് നിങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ ഒക്കെ കിട്ടേണ്ടതാണ്. കുടുംബം സാമൂഹീകരണത്തിന്റെ പ്രാഥമിക ഘടകമാകുമ്പോൾ അപ്പൊ അതിൽ എന്തൊക്കെ പെടും? സ്കൂള്, അയൽപ്പക്കം, സുഹൃത്തുക്കള്, ഇതൊക്കെ എന്താണ്? സാമൂഹീകരണത്തിന്റെ സെക്കൻഡറി ഏജൻസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 9ാമത്തെ ചോദ്യം, കുട്ടികളെ അനുഭവപരമായ വിവരങ്ങൾ ശേഖരിക്കാൻ പര്യാപ്തമാക്കുന്ന രീതി ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, കുട്ടികളെ അനുഭവപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ പര്യാപ്തമാക്കുന്നത്, അതായത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ശേഖരിക്കാനായിട്ട് പര്യാപ്തമാക്കുന്ന രീതി ഏത്? നിരീക്ഷണ രീതി, ലാബറട്ടറി രീതി, താരതമ്യ രീതി, പ്രശ്നപരിഹരണ രീതി. ഇതും നമുക്ക് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. നിരീക്ഷണ രീതി എന്നുള്ളതാണ് ആൻസർ. അതായത് നമ്മൾ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അതിലൂടെ നമുക്ക് ഒരു കാര്യം നമുക്ക് നേരിട്ട്, ഇപ്പൊ നമ്മൾ പറയാണ്
തീയിൽ തൊട്ട് കഴിഞ്ഞാല് പൊള്ളും എന്നൊരു കുട്ടിയുടെ അടുത്ത് നമ്മൾ പറയാണ്. അപ്പൊ ആ കുട്ടി തീയിൽ തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും, അതെങ്ങനെയാ? അതൊന്നുമില്ല. കുട്ടി ഇങ്ങനെ ആദ്യമായിട്ട് തീ കാണുന്ന ഒരു കുട്ടി ചിലപ്പോ അങ്ങനെ ചിന്തിക്കും. അപ്പൊ ഇവനെന്താ ചെയ്യാ, ഇവനൊന്ന് പോയിട്ട് തൊട്ട് നോക്കും. തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പൊള്ളും അല്ലെ. അപ്പൊ അതിന് മനസ്സിലാവും തീയിൽ തൊട്ട് കഴിഞ്ഞാല് പൊള്ളും എന്നുള്ളത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അനുഭവപരമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അതിന് കുട്ടീനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രീതി എന്ന് പറയുന്നത് ഏതാണ്? അത് നിരീക്ഷണ രീതിയാണ്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യമാണ്, മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്തെല്ലാം? ഇവാലുവേഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ശരിയായിട്ടുള്ള പഠന രീതി തീരുമാനിക്കുന്നതിന്, രണ്ടാമത്തത് കുട്ടികളിലെ പഠന മികവ് കണ്ടെത്തുന്നതിന്, മൂന്നാമത്തത് പഠന ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാത്തവരെ ശിക്ഷിക്കുന്നതിന്, അടുത്തത് അതിസമർത്ഥരെ കണ്ടെത്തുന്നതിന്. ഇതിലേതൊക്കെയാണ് പ്രധാന ഉദ്ദേശങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്? ഒരു മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ഉദ്ദേശങ്ങളായിട്ട് പറയാവുന്നത് ഏതൊക്കെയാണ്? ഇതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന കോഡുകളാണ് നമുക്ക് ഓപ്ഷൻ ആയിട്ട് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1, 2, 3 എന്ന് നമുക്ക് പറയാം അല്ലെ. അതായത് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? ശരിയായ പഠന രീതി തീരുമാനിക്കുന്നത്. അതെ, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലെ. നമ്മളൊരു ഇവാലുവേഷൻ നടത്തുന്നത്, മൂല്യനിർണ്ണയം നടത്തുന്നത് എന്തിനാണ്? ശരിയായ പഠന, കുട്ടികൾക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കണം. ഇപ്പൊ ആ ഒരു എക്സാമിനേഷനിൽ കുട്ടിക്ക് മാർക്കൊക്കെ കുറവ്, കുട്ടികൾക്ക് എല്ലാവർക്കും മാർക്കൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. അതായത് ടീച്ചർ പറഞ്ഞു കൊടുത്ത രീതി അല്ലെങ്കിൽ പഠിപ്പിച്ച ആ ഒരു രീതി, പഠന രീതി ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ കുട്ടികൾക്കും ഒരേപോലെ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ ആ ഒരു പഠന രീതി തീരുമാനിക്കുന്നതിനും കുട്ടികൾക്ക് ടീച്ചർമാർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ദെൻ പിന്നെ കുട്ടികളുടെ പഠന മികവ് കണ്ടെത്താനായിട്ട് സഹായിക്കും അല്ലെ. അപ്പൊ ഏതൊക്കെ കുട്ടികൾ നല്ല ഹൈ സ്കോർ വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ അതിസമർത്ഥരെ കണ്ടെത്താനും നമുക്ക് ഈ ഒരു ഇവാലുവേഷനിലൂടെ സാധിക്കും അല്ലെ. ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കുട്ടി, സെക്കൻഡ് കിട്ടിയിട്ടുള്ളത്, തേർഡ്, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ റാങ്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാനൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. എന്നാൽ കുട്ടികളെ ശിക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു മൂല്യനിർണ്ണയത്തിന്റെ ലക്ഷ്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. സാധാരണ ടീച്ചർമാരെ ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട് എങ്കിലും അത് ഒരു പ്രധാന ലക്ഷ്യമായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലെ. കുട്ടികളെ ഒന്ന് റിക്കവർ ആയി വരാനും ഒന്ന് മെച്ചപ്പെടാനായിട്ട് ചിലപ്പോൾ ഇമ്പോസിഷൻ ഒക്കെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ടായിരിക്കും പണ്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ആയിട്ട് പാടില്ല. കുട്ടികളെ അവർക്ക് വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്ത് മാർക്ക് ഉയർത്താനായിട്ടാണ് ടീച്ചർ ശ്രമിക്കേണ്ടത് അല്ലെ. പണ്ട് കാലത്തൊക്കെ എന്താ, 2 അടി കൊടുക്കും, അല്ലെങ്കിൽ ഒരു 10-200 വട്ടം ഇമ്പോസിഷൻ കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലെ ടീച്ചേഴ്സ്. എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇമ്പോസിഷനും അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു ജനറേഷനിലുള്ളവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതൊന്നും ഒരു മൂല്യനിർണ്ണയത്തിന്റെ പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ 10 ചോദ്യങ്ങളാണ് ഇപ്പൊ റീസെന്റ് കഴിഞ്ഞിട്ടുള്ള സർവീസ് കേറ്ററ്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തന്നെ നല്ല രീതിക്ക് എക്സാം ആൻസർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു കേറ്ററ്റ് നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും I+ന്റെ ഭാഗത്തു നിന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ള ആശംസകൾ. അപ്പൊ നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ക്ലാസ്സുകൾ എഫക്റ്റീവ് ആയിരുന്നോ, ലൈവ് എഫക്റ്റീവ് ആയിരുന്നോ എന്നുള്ളതൊക്കെ താഴെ കമന്റ് ചെയ്യണേ. താങ്ക് യു.